ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിൻ്റെ ഒരു അത്യുഗ്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ കിഷോർ ഗീതുവിനോട് പറയണം, മാഡം ഇതങ്ങനെ വെറുതെ തള്ളിക്കളയരുത്. ഞാൻ ശേഖരിച്ച ഈ തെളിവുകൾ മാഡത്തിന് വളരെ ഉപകാരപ്രദമാകും. അതുകൊണ്ട് മാഡം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ തെളിവുകൾ കണ്ട് എത്രയും പെട്ടെന്ന് മാഡത്തിൻ്റെ ഹസ്ബൻഡ് ഗോവിന്ദ് സാറിൻ്റെയും ശത്രുവായ വരുൺ സാറിനെ ഇവിടെ നിന്നും ഓടിക്കുക. അതായിരിക്കും നല്ലത്. ഇപ്പം മാഡത്തിന് മനസ്സിലായില്ലേ ഞാൻ ഈ കമ്പനിക്ക് വേണ്ടി എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന്. അത് കേട്ടതും ഗീതു കിഷോറിനെ അങ്ങ് നോക്കുക. അപ്പോൾ അവർണിക, എന്താ ഗീതാഞ്ജലി? കിച്ചു പറഞ്ഞത് ഗീതാഞ്ജലിക്ക് മനസ്സിലായില്ലേ? കിച്ചു അത്രത്തോളം വിശ്വാസവും സ്നേഹവും ഈ കമ്പനിയോടും പിന്നെ നിങ്ങളോടും കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞത്. അപ്പോൾ ഗീതു ഒന്നുകൂടെ കിഷോറിനെ തുറച്ചു നോക്കുക. ആ ഈ കാണിക്കുന്നത് ജോലിയിലും കാണിച്ചാൽ മതി, എന്നാ കുഴപ്പമില്ല എന്നും പറയുകയാണ്. അത് കേട്ടതും അതെന്താ മേഡം അങ്ങനെ പറഞ്ഞേ? ഉറപ്പായിട്ടും ജോലിയിലും ഞാൻ ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും, ഉത്തരവാദിത്തത്തോടു കൂടി തന്നെ പെരുമാറും. മേഡം ധൈര്യമായിട്ടിരിക്കും. ഈ കമ്പനിയിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും അതൊക്കെ കണ്ടുപിടിച്ച് ഞാൻ മാഡത്തിനെയും ഗോവിന്ദ് സാറിനെയും രക്ഷിക്കും. അതിന് ഒരു മാറ്റവും ഉണ്ടാവാൻ പോകുന്നില്ല എന്നൊക്കെ കിഷോർ പറയുക. അപ്പോൾ അവർണിക, ഗീതാഞ്ജലി സത്യം പറയാലോ, അന്ന് ഇവിടെ പ്രശ്നം ഉണ്ടായപ്പോൾ ഗീതാഞ്ജലിയുടെ കയ്യിൽ നിന്നും ആ തെളിവുകൾ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ഒരു മിനിറ്റ് ഞാൻ കിച്ചുവിനെ ഒന്ന് സംശയിച്ചു പോയി. പക്ഷെ അതിനുശേഷമാണ് ഞാൻ കിച്ചുവിനോട് കാര്യവിവരം തിരക്കിയത്. CCTV ഓഫ് ചെയ്യാൻ പറഞ്ഞത് ആരാണെന്നും എന്തിനാണ് എല്ലാ CCTV ഓഫ് ചെയ്തതെന്നും ഒക്കെ ഞാൻ ചോദിച്ചു. അപ്പോഴാണ് കിച്ചു എന്നോട് പറഞ്ഞത് നമ്മൾ നമ്മുടെ ഹോളിലെ ഇത് മാത്രമേ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന്. പക്ഷെ അതിനുശേഷം വരുൺ സാറാണ് ഇതിന് പിന്നിൽ നിന്ന് കളിച്ചതെന്നും എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ കിച്ചുവിനോട് പറഞ്ഞത് വരുൺ സാറിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്ന് കണ്ടുപിടിക്കണമെന്ന്. അപ്പം കിച്ചു എല്ലാം കണ്ടുപിടിച്ചു. മാഡം ഗീതാഞ്ജലി, ഈ കമ്പനിയെ തകർക്കാനും ഈ കമ്പനി കൈക്കലാക്കാനും ഈ കമ്പനിയിലെ യഥാർത്ഥ MDയെ പുറന്തള്ളാനുമാണ് വരുൺ സാറിൻ്റെ ഉദ്ദേശം. സുവർണ എന്ന് പറയുന്നവളുടെ കൂടെ കൂടി വരുൺ സാറ് ഈ കമ്പനിയിൽ ഒപ്പം മേഡത്തെയും ഗോവിന്ദ് സാറിനെയും കൊല്ലാനുള്ള പരിപാടിയാ. അതെല്ലാം കേട്ടതും ഏതു ഒന്നും ഞെട്ടാതെ ഇങ്ങനെ ഇരിക്കുക. ഈ തെളിവുകളൊക്കെ ഞാൻ മുമ്പേ ശേഖരിച്ചതാണ്. ആ തെളിവുകളാണ് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടത്. ഇനിയിപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ എന്ത് പറയാനാ? ഞാൻ എന്ത് പറഞ്ഞാലും ഗോവിന്ദ് സാർ അത് കേൾക്കില്ല. തെളിവുകൾ കാണിച്ചാൽ അത് ചിലപ്പോൾ വിശ്വസിക്കായിരിക്കും, കാണിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഗീത ഇങ്ങനെ ഇരിക്കുക. എന്നാ ഞാനങ്ങ് മാഡം ശരി കിഷോർ എന്നും ഗീത പറയാതെ കേട്ടത് കിഷോർ അങ്ങ് പോയി. കിഷോർ പോയി കഴിഞ്ഞതും അവർണിക ചോദിക്കുക, എന്താ ഗീതാഞ്ജലി? ഗീതാഞ്ജലിയുടെ മുഖത്ത് നല്ല വിഷമമുണ്ടല്ലോ. ഏയ് ഇല്ല, എൻ്റെ മുഖത്ത് എന്ത് വിഷമം? എനിക്ക് മനസ്സിലാവും ഗീതാഞ്ജലി, അന്ന് ബർത്ത്ഡേ ദിവസം വന്ന ആ പെണ്ണ് ആരാണെന്ന് ഗീതാഞ്ജലിക്ക് ഇപ്പോഴും നല്ല വിഷമമുണ്ട് അല്ലേ? കാരണം അന്ന് ഓഫീസിൽ വന്നും അവർ അധികാരത്തോടെ നിന്നു. ബർത്ത്ഡേ ദിവസവും ഗോവിന്ദ് സാറിനോടൊപ്പം അധികാരത്തോടെ പെരുമാറി. പക്ഷെ ഒരിക്കലും ഗീതാഞ്ജലി വിട്ടുകൊടുക്കരുത്. ഗീതാഞ്ജലിയുടെ ഗോവിന്ദേട്ടൻ ഗീതാഞ്ജലിക്കുള്ളതാ, മറ്റൊരു പെണ്ണിനും അവകാശപ്പെട്ടതല്ല. നാലാളറിയെ ഗീതാഞ്ജലിയുടെ കഴുത്തിൽ താലി കെട്ടിയ ആളാണ് ഗോവിന്ദ് സാറ്. അങ്ങനെയുള്ളപ്പോൾ അവള് ഗോവിന്ദ് സാറിന് കാമുകിയായിരുന്നാൽ പോലും ഗീതാഞ്ജലി വിട്ടുകൊടുക്കാൻ പാടില്ല. അത് കേട്ടതും ഞാൻ വിട്ടുകൊടുക്കില്ല വർണിക. പക്ഷേ എന്താണെന്നറിയില്ല, ഓരോരോ സ്ഥലത്തെത്തുമ്പോൾ എൻ്റെ മനസ്സ് തളർന്നു പോവുക. ഗോവിന്ദ് സാറ് എന്നിൽ നിന്ന് അകന്നു പോകുമെന്നുള്ള എൻ്റെ ഒരു പേടി, ആ ഒരു പേടി കാരണം എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയായി പോവുക. പക്ഷേ എൻ്റെ ഗോവിന്ദ് സാറിന് ഞാൻ വിട്ടുകൊടുക്കില്ല, ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല എന്നൊക്കെ പറയാണ്. അതെന്താ ഗീതു വിളി വരെ മാറിപ്പോയത്? അയ്യോ സോറി അവർണിക, പെട്ടെന്ന് എനിക്ക് ഗോവിന്ദ് സാർ എൻ്റേതല്ലാതായോ എന്നൊരു തോന്നൽ വന്നു, അതുകൊണ്ട് അങ്ങനെ വിളിച്ചത്. കണ്ണേട്ടൻ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല അവർണിക. കണ്ണേട്ടൻ എനിക്കുള്ളതാ. കണ്ണേട്ടൻ എന്നുള്ള പേര് പോലും എനിക്ക് അവകാശപ്പെട്ടതാ. കണ്ണാന്നുള്ള വിളി പോലും എനിക്ക് അവകാശപ്പെട്ടത് മാത്രമാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീത ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവർണിക, ശരിയാ ഗീതാഞ്ജലി, ഇങ്ങനെ ഒരു ഗീതാഞ്ജലിയെ കാണാനാ ഞാൻ ആഗ്രഹിച്ചത്. തളർന്നു പോകരുത്. എന്തൊക്കെ സംഭവിച്ചാലും കൂടെ നിന്ന് ജയിക്കണം. ഗോവിന്ദ് സാറിൻ്റെ കൂടെ നിന്ന് ഗീതാഞ്ജലി ആ പെണ്ണിനെ ഓടിക്കണം. പക്ഷെ അവർണിക, ഞാൻ തന്നോട് അത്രയായിട്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്തു പറ്റി? തൻ്റെ ജീവിതത്തിലാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുന്നതെങ്കിൽ താൻ എന്ത് ചെയ്യും? ആ നിമിഷം ഞാൻ അവനെ കൊല്ലും, കിച്ചുവിനെ. എന്താണെന്നറിയാമോ, ഞാൻ അവനെ വിശ്വസിച്ച് കല്യാണം കഴിച്ചതാ. അവനെ സ്നേഹിക്കുമ്പോൾ അവനോട് ഞാനൊരു 10 പ്രാവശ്യമെങ്കിലും ചോദിച്ചിട്ടുണ്ടാവും. അപ്പോഴും അവൻ്റെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ നല്ല രീതിയിലാണ് പറഞ്ഞത്. അവസാനം എന്നെ കല്യാണം കഴിഞ്ഞ് അവൻ്റെ ജീവിതത്തിലേക്ക്
ഒരു പെൺകുട്ടി ഗോവിന്ദ് സാറിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പോലെ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും അവനെയും കൊല്ലും അവളെയും കൊല്ലും, എന്നിട്ട് ഞാനും ചാകും എന്ന് അപർണിക പറയാതെ കേട്ടതും ഗീതു ആകെ ഞെട്ടിപ്പോയി. ഈശ്വര, ഇത് എന്തൊരു തീരുമാന! അപർണികയുടെ തീരുമാനം കേട്ട പേടിയാവും. പക്ഷേ ദേ, ഗീതാഞ്ജലി ഗോവിന്ദ് സാറിനെ കൊല്ലുമൊന്നും വേണ്ട. കാരണം ഗോവിന്ദ് സാറ് നല്ല സ്വഭാവമുള്ള ആളാ. പക്ഷെ ഇവിടെ വില്ലത്തിയായി വന്നിരിക്കുന്നത് അവളാ, ആ രഞ്ജു എന്ന് പറയുന്നവള്. അവളെയാണ് തീർക്കേണ്ടത്. കേട്ടോ ഗീതാഞ്ജലി? ദേ, എന്തായാലും ഗോവിന്ദ് സാറിന് നല്ല സ്വഭാവമായതുകൊണ്ട് ഗീതാഞ്ജലി രക്ഷപ്പെട്ടു. ഇല്ലായിരുന്നെങ്കിൽ എല്ലാം കയ്യിൽ നിന്ന് പോയാന്നെ. അത് കേട്ടതും ഗീതു ആലോചിക്കാണ്. പിന്നെ അയാളുടെ വൃത്തികെട്ട സ്വഭാവം എനിക്കെല്ലാം അറിയൂ. അവളുടെ പിന്നാലെ നടക്കുക, അവളെ മാത്രം സ്നേഹിച്ചുകൊണ്ട് നടക്കുക, വിട്ടുകൊടുക്കില്ല ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ആലോചിച്ചുകൊണ്ട് നിൽക്കുക. എന്നാൽ ശരി ഗീതാഞ്ജലി എന്നും പറഞ്ഞ് അപർണിക അങ്ങ് പോയി. അപർണിക പോയി കഴിഞ്ഞതും ഗീതു ഭയങ്കര സങ്കടത്തോടെ ആലോചിക്കുക. ഈശ്വര, ഇവരുടെയൊക്കെ വിചാരം കണ്ണേട്ടൻ ഒരു സൈഡ് മാത്രം രഞ്ജുവിനെ സ്നേഹിക്കുന്നില്ല എന്ന്. പക്ഷേ രഞ്ജു മാത്രം സ്നേഹിക്കുന്നു എന്ന് കരുതിയിട്ടാ അപർണിക ഇങ്ങനെ പറഞ്ഞത്. ഇതേ കണ്ണേട്ടൻ അവൾക്ക് സപ്പോർട്ടാണെന്ന് അറിഞ്ഞാൽ ഉറപ്പായിട്ടും അപർണിക എൻ്റെ കണ്ണേട്ടനെ കൊല്ലാനേ പറയും. ഇതുപോലുള്ള ഭർത്താക്കന്മാര് പെൺകുട്ടികളെ ചതിക്കുന്നവര് ജീവിച്ചിരിക്കാൻ പാടില്ലെന്നേ പറയൂ. പക്ഷെ ഇവിടെ ഞാൻ ആരോട് എങ്ങനെ പറയും? എനിക്കൊരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീതു ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തായാലും വിജയലക്ഷ്മി മാമിനോടൊന്ന് സംസാരിക്കാം, മാം എന്നെ വിളിച്ചായിരുന്നല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഫോൺ എടുത്ത് വിജയലക്ഷ്മി വിളിക്കുകയാണ്. ഹലോ മാം. എന്താ ഗീതു, ഞാൻ എത്ര വിളിച്ചിട്ടും നീ എന്താ ഫോൺ എടുക്കാതിരുന്നത്? അത് പിന്നെ മാം, ഞാൻ കണ്ണേട്ടൻ്റെ കൂടെ വണ്ടിയിലായിരുന്നു. എന്നാ പിന്നെ നിനക്ക് ഫോണൊന്നും എടുത്തൂടെ? എൻ്റെ ദൈവമേ, അല്ലെങ്കിൽ തന്നെ കണ്ണേട്ടൻ എന്നെ കണ്ണെടുത്താ കണ്ടൂടാ. അതിനിടയിൽ നിങ്ങളോടാ ഞാൻ സംസാരിക്കുന്ന എങ്ങാനും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മതി, അത് മതി. പിന്നെ അന്നത്തെ ദിവസം എന്നോട് വഴക്കടിക്കാൻ. അല്ല, നീ എന്താ ഗീതു എന്നെ അമ്മയെന്ന് വിളിക്കാൻ മറന്നു പോന്നേ? ഓ സോറി, ഞാൻ പല ടെൻഷനിലും ആയിപ്പോയി, അതുകൊണ്ടാ വിളിക്കാത്തത്. അമ്മ പറ, അമ്മ എന്തിനാ എന്നെ വിളിച്ചത്? ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം അറിയാൻ വേണ്ടിയാ നിന്നെ വിളിച്ചത് മോളെ. മോള് അവിടെ അറയ്ക്കൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അറയ്ക്കലിൽ പ്രശ്നമുണ്ടോന്നോ? കണ്ണേട്ടൻ്റെ പിറന്നാൾ മുതൽ ഇവിടെ പ്രശ്നം മാത്രമല്ലേ ഉള്ളൂ. എന്താ മോളെ, എന്തു പറ്റി? എന്തു പറ്റാൻ? എൻ്റെയും കണ്ണേട്ടൻ്റെയും ജീവിതത്തിനിടയിലേക്ക് വില്ലത്തിയായി ഒരുത്തി കൂടെ വന്നിട്ടുണ്ട്. കണ്ണേട്ടനാണെങ്കിൽ അവളെ ഉള്ളം കൈ കൊണ്ട് നടക്കുക. ആരാണോ എന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്കും ആകെ മൊത്തത്തിൽ മനസ്സിൽ ഒരു സമാധാനവും ഇല്ല. കണ്ണേട്ടന് അവളോട് കാണിക്കുന്ന സ്നേഹം കാണുമ്പോൾ ഞാൻ വെറും ഒരു കറിവേപ്പിലയായി പോകുന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട് അമ്മ എന്നൊക്കെ പറയാണ്. ഇല്ല മോളെ, ഒരിക്കലും നീ ഒരു കറിവേപ്പിലയാകാൻ ഈ അമ്മ സമ്മതിക്കില്ല. ഈ അമ്മ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിനക്ക് ഗോവിന്ദനെ പിരിയാൻ പറ്റില്ല. അമ്മയല്ലേ പറയുന്നേ, അമ്മയല്ലേ വാക്ക് തരുന്നത്. ഇതൊക്കെ അമ്മയുടെ വെറും തോന്നല അമ്മേ. ഒരു പെണ്ണ്, അതായത് കണ്ണേട്ടനെ സ്നേഹിച്ച ആദ്യത്തെ പെണ്ണ്, അവള് വന്നപ്പോൾ കണ്ണേട്ടൻ്റെ സ്വഭാവം ആകെ അങ്ങ് മാറി. സത്യമായിട്ടും ഞാനൊരു കറിവേപ്പില തന്നെ ആയി പോയമ്മേ. അത് കേട്ടതും ഇല്ല മോളെ, നീ വിഷമിക്കണ്ട, എനിക്ക് നിന്നെ ഒന്ന് കാണണം. നീ എവിടെയാ ഉള്ളത്? ഞാൻ അങ്ങോട്ട് വരാമേ എന്നും പറഞ്ഞുകൊണ്ട് ഗീത ഫോൺ കട്ട് ചെയ്യുക. ഈ സമയം നമ്മുടെ വിജയലക്ഷ്മിയെ പറയാൻ തുടങ്ങുമ്പോഴേക്കും ഗീത ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ വിജയലക്ഷ്മി വീണ്ടും തിരിച്ചു വിളിച്ചു. ഗീതു മോളെ, എന്താ അമ്മേ? ഞാൻ പറയുന്നിടത്ത് വന്നാൽ മതി. ശരി അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി പറയണം. അപ്പോൾ വിജയലക്ഷ്മി ഇന്ന സ്ഥലത്ത് വന്നാൽ മതി എന്ന് പറയും. അപ്പോൾ ഗീതു ശരിയെന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. ഈ സമയം വിജയലക്ഷ്മി കാറെടുത്ത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഗോവിന്ദ് വിജയലക്ഷ്മിയുടെ കാറ് തടയുന്നത്. വിജയലക്ഷ്മിയുടെ കാറ് ഗോവിന്ദ് തടഞ്ഞതും വിജയലക്ഷ്മി ആദ്യമൊന്നും ഗോവിന്ദനെ തുറച്ചു നോക്കി. സ്വന്തം ഭാര്യയുടെ ജീവിതം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ദുഷ്ടൻ എന്നും പറഞ്ഞവരെ വിജയലക്ഷ്മി ഗോവിന്ദനെ നോക്കി അങ്ങനെ മനസ്സിൽ വിചാരിക്കുക. ഈ സമയം കൃത്യസമയത്ത് ഗീതുവും അജാസും വരെയാണ്. കാരണം അജാസും വിജയലക്ഷ്മിയുടെ ഡ്രൈവറും ഒരുമിച്ച് നിൽക്കുന്നു. അപ്പോൾ ആ കാറിൽ നിന്നും ഗീതു ഇറങ്ങുകയാണ്. ഈ സമയം ഗോവിന്ദ് വിജയലക്ഷ്മിയുടെ നേരെ വിരൽ ചൂണ്ടി സംസാരിക്കുന്നത് ഗീതു ദൂരത്ത് നിന്ന് കാണുക. അപ്പോൾ ഗീതു പതുക്കെ അടുത്തേക്ക് വന്നു. നിങ്ങൾ ഓരോ ദിവസവും എൻ്റെ മനസമാധാനം ഇല്ലാതാക്കുക. വർഷങ്ങൾക്ക് പിരിഞ്ഞ ബന്ധമാണ് നമ്മൾ തമ്മിലുള്ള ബന്ധം. ആ ബന്ധം അറുത്തു മുറിച്ച് കളഞ്ഞതാ. വീണ്ടും എൻ്റെ മനസമാധാനം കളയാനായിട്ട് നിങ്ങൾ എന്തിന് ഈ നാട്ടിലേക്ക് വന്നു? എന്നെ സമാധാനം ഇല്ലാതാക്കി എന്നെ ഒരു പ്രാന്തരാക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ ഈ ചെയ്യുന്നത് മുഴുവനും? എന്തിനു വേണ്ടിയാ? നിങ്ങളോട് ഞാൻ എന്ത് തെറ്റാ ചെയ്തത് എന്നെ ഇങ്ങനെ ഇട്ട് ദ്രോഹിക്കാൻ? 16 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുമായിട്ട് ഒരു ബന്ധവും ഇല്ലാന്നും പറഞ്ഞ് എല്ലാ ബന്ധവും അവസാനിപ്പിച്ച് ഞാൻ സമാധാനത്തോടെ ജീവിക്കുമായിരുന്നു.
എന്നാ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യവും എനിക്കിപ്പോൾ സഹിക്കാൻ പറ്റാത്തതാ. നിങ്ങൾ എന്നെയും രാധികാമ്മയും തോപ്പിക്കാൻ വേണ്ടി മുന്നിൽ നിൽക്കുമല്ലേ? എന്നാ നിന്നോ, എനിക്കതിൽ ഒരു പ്രശ്നവും. നിങ്ങൾ തോപ്പിച്ചോ. എന്നെയും രാധികാമ്മയും നിങ്ങൾ ഗീതുവിനെ മുൻനിർത്തി തോപ്പിക്കാൻ ശ്രമിക്കുവാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങളുടെ ലക്ഷ്യമൊന്നും നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ കളിക്കുന്നതേ ഗീതുവിനെ മുന്നിൽ നിർത്തിയാണെങ്കിൽ നിങ്ങളെ തോപ്പിക്കാൻ രഞ്ജു ഉണ്ടാവും. ഞാൻ രഞ്ജുവിനെ ഉള്ളം കൈ കൊണ്ട് നടക്കും. അവളെ എൻ്റെ ഹൃദയത്തിൽ വെച്ച് സംരക്ഷിക്കും. അത് കേട്ടതും ഗീതു ഞെട്ടിപ്പോയി. ഞെട്ടലോടുകൂടെ ഗീതു ഗോവിന്ദനെ നോക്കുക. അപ്പോൾ ഗോവിന്ദ് അപ്പോഴാണ് തിരിഞ്ഞു നോക്കിയപ്പോൾ ഗീതുവിനെ ഗോവിന്ദ് കണ്ടത്. ഗീതു അവിടെ നിൽക്കുന്നത് കണ്ടതും ഗോവിന്ദും ആകെ ഞെട്ടി. പക്ഷെ വിജയലക്ഷ്മിക്ക് സങ്കടമായി. ഈശ്വര, പാവം ഗീതുമോള്, അവളുടെ മനസ്സ് ഒരുപാട് വിഷമിക്കുന്നുണ്ടാവും. ഇവൻ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും രഞ്ജു ആരാണെന്ന് ഇവൻ മനസ്സിലാക്കുന്നില്ലല്ലോ. എല്ലാം തുറന്നു പറഞ്ഞേ മതിയാവും. ഇനി വെച്ച് താമസിപ്പിക്കാൻ പറ്റില്ല. ഇവരുടെ ബന്ധം പരിധി വിട്ടു പോകുന്നതിന് മുമ്പ് രഞ്ജു ആരാണ് എന്നുള്ള സത്യം ഗീതുവോ ഗോവിന്ദനോ അറിഞ്ഞിരിക്കണം. അതല്ലെങ്കിൽ ഗീതുവിൻ്റെ ജീവിതം ഇല്ലാതായി പോകും. അവളുടെ ജീവിതം സ്വയമായിട്ട് ഇല്ലാതാക്കും എന്നൊക്കെ പറയാ. പറ, എന്താ നീ നിർത്തിക്കളഞ്ഞേ? ഇനിയും പറയടാ, നിന്റെ ഭാര്യയേക്കാൾ വലുതാണോ നിനക്ക് രഞ്ജു? അത് കേട്ടതും ഗോവിന്ദ് ഒരു മിനിറ്റ് ഒന്ന് ആലോചിച്ചു. എന്നിട്ട് വിജയലക്ഷ്മിയെ നോക്കി. ഇനി ഇവിടെ വിജയലക്ഷ്മിയെ തോപ്പിക്കണമെങ്കിൽ ഗീതുവിനെ കുറച്ച് വേദനിപ്പിച്ചേ മതിയാകുമെന്ന് ഗോവിന്ദന് തോന്നി. അതെ, ഞാൻ കഴുത്തിൽ താലി കെട്ടിയ ഭാര്യയേക്കാൾ വലുതാണ് രഞ്ജു. അവളെ ഞാൻ സംരക്ഷിക്കും. അവൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് വിജയം മാത്രമേ ഉണ്ടാവൂ. 16 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച എൻ്റെ പെണ്ണ് എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരുമ്പോൾ എൻ്റെ ഭാര്യ, അതായത് വെറും കോൺട്രാക്റ്റിൽ കല്യാണം കഴിച്ച ഇവളൊന്നും എനിക്ക് ഒന്നുമല്ല എന്നും ഗോവിന്ദ് പറയുക. അത് കേട്ടതും വിജയലക്ഷ്മി ഞെട്ടലോടുകൂടെ തന്നെ ഇങ്ങനെ നിൽക്കുക. എന്നാൽ നമുക്ക് കാണാടാ, രഞ്ജു ആണോ ഗീതുവാണോ നിന്നോടൊപ്പം നിൽക്കാൻ പോകുന്നതെന്ന്. ശരി, കാണാം. എന്നാൽ പിന്നെ മത്സരിക്കാൻ തയ്യാറായിക്കോ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് കാറിൽ കയറി അങ്ങ് പോയി. ഗോവിന്ദ് പോയി കഴിഞ്ഞതും ആകെ തളർന്നു നിൽക്കുന്ന ഗീതുവിനെ കണ്ട് വിജയലക്ഷ്മി സങ്കടത്തോടെ, മോളെ, അമ്മേ, ഞാൻ എന്താ ഈ കേൾക്കുന്നേ? കണ്ടില്ലേ, വെറും ഒരു കോൺട്രാക്റ്റ് ബന്ധം മാത്രമേ ഞാനും കണ്ണേട്ടനും ഉള്ളൂന്ന്. ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചപ്പോഴൊക്കെ കണ്ണേട്ടൻ പറഞ്ഞത് എൻ്റെ അഭിനയം മാത്രമാണ്. രാധികാമ്മയെ തോപ്പിക്കാൻ ഞാൻ അഭിനയിച്ചതാണ്. പക്ഷെ ഒരിക്കലും അല്ലമ്മേ, എനിക്ക് ജീവന. കണ്ണേട്ടനെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുമ്പോൾ കണ്ണേട്ടൻ അവളെ ഹൃദയത്തിൽ കയറ്റി വെച്ചിരിക്കുക. ഇനിയിപ്പോൾ ഞാൻ എന്ത് പറയാനാമ്മേ? ഞാൻ തോറ്റുപോയി. സ്നേഹത്തിന് മുൻപിൽ ഞാൻ തോറ്റുപോയി. സ്നേഹിക്കാൻ അറിയാത്ത ഞാൻ എന്തിനാ അമ്മേ ജീവിച്ചിരിക്കുന്നേ എന്നും ചോദിച്ച് ഗീതു കരയുക. അത് കേട്ടതും, മോളെ, നീ തോൽക്കാൻ പാടില്ല. വാ, ഗോവിന്ദൻ്റെയും വിജയലക്ഷ്മിയുടെയും രഞ്ജുവിൻ്റെയും എല്ലാം ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നും എന്താ സംഭവം ഉണ്ടായതെന്നും എന്താണ് അവിടെ 16 വർഷങ്ങൾക്ക് മുമ്പ് നടന്നതെന്നും എനിക്ക് നിന്നെ പറഞ്ഞ് കേൾപ്പിക്കാനുണ്ട്. ഇനി നീ ആ രഹസ്യങ്ങൾ അറിയണം. അതറിഞ്ഞാൽ മാത്രമേ ഇനി നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂ. വാ, എൻ്റെ കൂടെ വാ എന്നും പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി ഗീതുവിൻ്റെ കൈയും പിടിച്ച് കാറിൽ കയറി അങ്ങ് പോവുകയാണ്. അപ്പോൾ ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമാണ് നടക്കാൻ പോകുന്നത്. എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.